ചാനൽ അവതാരകൻ ശ്രീകണ്ഠൻ നായർ സാറ് ചായ കുടിച്ചുകൊണ്ട് നിന്ന് പരിപാടി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം തന്നെ മൊബൈൽ ഫോണിലേക്ക് നോക്കി ഒരു മെസ്സേജ് വായിച്ചു. സാറേ, നോമ്പുകാലവുമായി ഇങ്ങനെ ചായ കുടിക്കുന്നത് ശരിയല്ല, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നാൽ ചായ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞ് കപ്പ് മാറ്റിവെച്ചു. ആ കപ്പ് മാറ്റിവെച്ച കാഴ്ച കണ്ട് ഒരുപാട് ആളുകളുടെ കുരു പൊട്ടിയെന്ന് മാത്രമല്ല, അത് ഒലിച്ചിറങ്ങി അരിച്ചിറങ്ങി അത് പഴുപ്പായി, അത് വലിയ ദുർഗന്ധമായി. എന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശശികലയും സെൻകുമാറും എല്ലാം ആ ദുർഗന്ധം ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഗതിയിലെ പാളയം പള്ളിയിൽ ഇമാമ് ഈ പറയുന്ന പൊങ്കാലയുമായി എല്ലാവരെയും സ്വീകരിക്കണം, എല്ലാവർക്കും വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സുഗന്ധം വീശിയപ്പോൾ സ്വന്തം ദുർഗന്ധം എവിടെയും എടുക്കാൻ കഴിയാതെ അതിങ്ങനെ അടച്ചു വെച്ചിരിക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ കപ്പും ചായയും കിട്ടിയത്. അത് കണ്ടതുമല്ല, ഇവരെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓഹോ, കേരളത്തിൽ ഇതൊന്നും പറ്റത്തില്ലേ, കേരളത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പേടിച്ചു പോന്നേ, അത് പ്രീണനമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നത്. സംഗതി വേറൊന്നും കൊണ്ടല്ല, ആ സുഗന്ധത്തിൽ ഇവർക്ക് കഴിയാൻ ബുദ്ധിമുട്ടുള്ളത് ഇവരൊരു ദുർഗന്ധം ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സവിശേഷമായ ഈ സ്റ്റെപ്പിൻ്റെ അടിയിലൊക്കെയുള്ള ഒട്ടും എയർ സ്പേസ് ഇല്ലാത്ത ബാത്റൂമിൽ ചിലപ്പോൾ ചിലർ കയറി പുറത്തിറങ്ങാതിരിക്കുന്നത് പോലെ അതിൽ തന്നെ ഇരുന്ന് അവരതിൻ്റെ സുഖം ഇങ്ങനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് വാസ്തവം? ശ്രീകണ്ഠൻ നായർ ഒരു പരിപാടി അവതരിപ്പിച്ചു. ആ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ആരോ ശ്രീകണ്ഠൻ നായർക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടാണ് ഈ വിഷയം. ഈ വാർത്താമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇതിൽ ഒരുപാട് മെസ്സേജ് ആരും അയക്കുന്നൊന്നുമല്ല. ഈ മെസ്സേജ് തനിയെ എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അങ്ങ് വായിക്കുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ വായിക്കുമല്ലോ, ശ്രീകണ്ഠൻ നായർ ചേട്ടാ എന്താണ് ചെറുപ്പമായിരിക്കുന്നത്, പുതിയ ഡ്രസ്സും പാൻറ്റും കൊള്ളാം, കൊള്ളാവോ മോളെ എന്നൊക്കെ ചോദിച്ചത് അങ്ങോട്ട് അഭിനയിക്കാൻ വേണ്ടി ഇത് വെറുതെ 90% വെറും ഇത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി വായിക്കുന്നതാണ്. ഞാനുമൊക്കെ മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതും ആ മാധ്യമസ്ഥാനത്തിൻ്റെ സൈക്കോളജിയൊക്കെ അറിയാവുന്നതാണ്. റേഡിയോയിലും ടി വിയിലും ഒക്കെ വായിക്കുന്ന മെസ്സേജുകളിൽ 90% ഒറിജിനലല്ല. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, എടാ ഈ സമയത്ത് ഈ ട്രാഫിക് കുരുക്കിൻ്റെ നേരത്ത് ഈ സമയത്ത് ഇപ്പം തക്കാളി വിറ്റ കഥ പറയാനാണോ നേരം എന്ന് ചോദിച്ചാൽ മനുഷ്യർക്കാർക്കും അതിനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല. ഇത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു സാധനമാണ്. 1. 2, ഇനി വന്നില്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് അയപ്പിക്കുന്ന പതിവുണ്ട് പലർക്കും. പ്ലാൻഡായിട്ട് ചില മെസ്സേജസ് അയക്കും, ആ മെസ്സേജ് വായിക്കും, എന്നിട്ട് ഈ വിഷയം ആ മെസ്സേജിൽ നിന്നാണ് ഉണ്ടായതെന്ന് വരുത്തും. ഇതൊക്കെ ഒരു വ്യവസായത്തിൻ്റെ തന്ത്രമാണ്. ഇതൊന്നും ഇസ്ലാം മതത്തിലെ നോമ്പുമായി യാതൊരു ബന്ധവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ കേരളത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരുത്തനും രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ശ്രീകണ്ഠൻ നായരുടെ ഇത് കണ്ട് ശ്രീകണ്ഠൻ നായർ ചായ കുടിക്കുന്നോന്ന് നോക്കാൻ നേരമുള്ളവനായിരിക്കത്തില്ല 99.3% നോമ്പുകാരും. ഈ ആളുകൾ അറിയാൻ വേണ്ടി ഞാൻ പറയുക, ഈ നോമ്പ് പിടിക്കുന്നവർക്കെല്ലാം ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കിത് മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാണ്. രാവിലെ രാത്രി 12-11 മണി വരെ പള്ളിയിൽ പ്രാർത്ഥന, അതിനുശേഷം വന്ന് 3-4 മണിക്കൂർ ഉറങ്ങും, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് എന്തെങ്കിലും അല്പം ആഹാരം കഴിക്കും, പിന്നെ വീണ്ടും 5:30 പള്ളിയിൽ പോകും. പോയിട്ട് തിരിച്ചു വന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കച്ചവടക്കാരോ കടക്കാരോ വേറെന്തെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാത്തവരോ ആയിട്ടുള്ളവരെല്ലാവരും കിടന്നുറങ്ങും. ജോലിക്ക് പോകണ്ടെങ്കിൽ 10-11 മണി വരെ ഉറങ്ങും. ജോലിക്ക് പോകേണ്ടവർ കറക്റ്റ് ടൈം അനുസരിച്ച് അലാറം വെച്ചിട്ട് ചാടി എഴുന്നേറ്റ് ജോലിക്ക് പോകും. കട തുറക്കുന്നവർ ചാടി എഴുന്നേറ്റ് കണ്ണടച്ചുകൊണ്ട് മുണ്ടും ഉടുപ്പ് കൊടുത്തുകൊണ്ട് അങ്ങ് ജോലിക്ക് പോകും. കാരണം പലപ്പോഴും ഈ രാവിലെ നമ്മൾ സാധാരണ പോകുന്ന റെഗുലർ ബാത്റൂമിൽ പോക്ക്, ചായ കുടിച്ചിട്ടൊന്ന് കൈ പൊക്കൽ, കൈ താക്കൽ, ഇച്ചിരി നടക്കൽ തുടങ്ങിയ ഒരു പരിപാടിയും ഈ നോമ്പ് കാലത്തില്ല. അങ്ങനെയാണ് ഈ പ്രഭാതം. അപ്പോൾ ഒരു കാരണവശാലും രാവിലത്തെ പ്രഭാത പരിപാടിയിൽ ഒരു മുസ്ലിമും നോമ്പും പിടിച്ചുകൊണ്ട് വന്ന് ശ്രീകണ്ഠൻ നായർ സാറിന് മെസ്സേജ് അയക്കത്തില്ല. മൂന്നാമത്തെ കാര്യം. പിന്നെ ഈ നോയമ്പ് പിടിക്കുന്ന മുസ്ലിങ്ങൾക്കൊന്നും കേരളത്തിൽ ആരും ചായ കുടിക്കരുതെന്നും ജ്യൂസ് കുടിക്കരുതെന്നും ഒന്നും ഒരു നിർബന്ധവുമില്ല. അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം കഴിക്കാം. അതുകൊണ്ടാണല്ലോ പാളയം പള്ളിയിൽ ഇമാമ് പറഞ്ഞ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് നിങ്ങൾ നോമ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വെള്ളവും മോരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുടിക്കാനും ഒക്കെ കൊടുക്കണമെന്ന് പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. അങ്ങനെ വേറൊരാൾ നമ്മുടെ കൂട്ട് തന്നെ പട്ടിണി കിടന്ന് മരിച്ചു വീഴണം എന്നൊന്നും നിർബന്ധം യാതൊരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഇനി 5ാമത്തെ കാര്യം, ഒരു സാധ്യതയും ഇല്ലെങ്കിൽ പോലും പറയുക, ഇപ്പം ചാനലുകളിൽ വിഷുദിനം വരുമ്പോൾ എല്ലാവരും വിഷുദിനത്തിൻ്റെ ഒരുങ്ങി നിൽക്കുന്നു. വിഷുദിനം ഒരു ഹൈന്ദവ മതാഘോഷമാണ്. ആ ദിവസങ്ങളിൽ അങ്ങനെ ഒതുങ്ങുന്നു. ചതയം വരുമ്പോൾ ചതയത്തിൻ്റെ ഡ്രസ്സ് ഇടുന്നു, തിരുവോണം വരുമ്പോൾ തിരുവോണത്തിൻ്റെ ഡ്രസ്സ് ഇടുന്നു. അതുപോലെ ഓരോ പരിപാടിക്കും ഇണങ്ങുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസും അതുമൊക്കെ ദൃശ്യമാധ്യമക്കാർ ചെയ്യാറുണ്ട്.
അതൊന്നും മതപരമായ വിശ്വാസവുമായും വിശ്വാസികളുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുവാന്ന് ചോദിച്ചാൽ, കടിച്ചാൽ മുറിയാത്ത, ചവച്ചാൽ ചവകൊള്ളാത്ത ഈ ചില കുണൂണ സാധനങ്ങളിട്ട് ചവച്ചുകൊണ്ടിരിക്കലല്ലാതെ നിങ്ങളെക്കൊണ്ട് വേറെ വല്ല ഉപയോഗമുണ്ടോ ഈ പറയുന്നവരെ കൊണ്ട്? ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്തുവാ? വീടില്ലാത്തവൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ വൻകിട ആശുപത്രികൾ വന്ന് ചികിത്സാ ചെലവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കാര്യം, കക്കൂസില്ലാത്തവൻ്റെ കാര്യം, നടക്കാൻ വയ്യാത്തവൻ്റെ കാര്യം, ഇരിക്കാൻ വയ്യാത്തവൻ്റെ കാര്യം. ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ മണ്ണിനടിയിൽ മണ്ണൊലിച്ചു പോയി തകർന്നു പോയ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാലം. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? വല്ലതും ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മണി കടിച്ച് ഇങ്ങനെ പിടിച്ച് കടിച്ച് വലമണി അടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. കഷ്ടം തന്നെ, കഷ്ടം.